കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ? എന്താ ചെയ്യുന്നത് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ അതെന്നെ പറയാമല്ലോ. അത് ശരി. നിങ്ങൾ 10,000 രൂപ മുടക്കി ഒരു ഓഡിറ്റ് ചെയ്യാൻ പോവാന്നാണ് നിങ്ങളുടെ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് ശരി. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ഈ NOC സംബന്ധിക്കുന്ന ഇതാരാണ് ഈ സംസാരിക്കുന്നത്? ആരാണ് ഈ സംസാരിക്കുന്നത്? പേര് പറയൂ സർ. ആരാണ് സാർ? പേര് പറയൂ സാർ. ഇന്നലെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ പേര് പോലും പറയാതെ വന്ന് എന്നെ വിരട്ടിച്ച് പോയത് മിസ്റ്റർ കുര്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു മറുപടി പോലും പറയാൻ പറ്റിയില്ല. ഇതിനു മുമ്പുള്ള ചില കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ മിസ്റ്റർ കുര്യൻ്റെ ഭാഗത്തു നിന്ന് ചില സജഷൻസൊക്കെ വന്നപ്പോൾ ഞാൻ അപ്ലോസ് അടിച്ചിരുന്നു. വെൽ ഡൺ എന്നും എക്സലൻ്റ് എന്നും ഒക്കെ പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പോലീസായിട്ട് തോന്നിയില്ലല്ലേ? അതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് പുളകം കൊണ്ട് കാണും. നിങ്ങൾക്ക് അൺകംഫർട്ടബിളായ ചോദ്യം വന്നപ്പോൾ ഞാൻ കയറിയെന്ന് പോലീസായി. സ്ഥിരമായിട്ട് നിങ്ങളെ പുളകം കൊള്ളിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പ്രായോഗികമായ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ചോദ്യം ചോദിക്കേണ്ടതാണെങ്കിൽ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അസഹിഷ്ണുതയൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല. പിന്നെ NOC സംബന്ധിക്കുന്ന ചോദ്യങ്ങളൊക്കെ കുര്യൻ സാറിനെ ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ടിക്കും. കാരണം നിങ്ങളുടെ ബാൽക്കണി ഒരു കെട്ടിയടക്കപ്പെട്ട ബാൽക്കണിയാണ്. പടത്തിലുണ്ട്. താങ്കളുടെ വളരെ വേണ്ടപ്പെട്ടവരൊക്കെ വിദേശത്തൊക്കെയല്ലേ. ഇത്തരം പണി ചെയ്താൽ അവിടെയൊക്കെ എത്രയാണ് ഫൈൻ, എന്താണ് ശിക്ഷ എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കേ. 2019 ഈ മെയിൻ്റനൻസ് കമ്മിറ്റിയുടെ ഹെഡായിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ വർക്കിനെയും എഫിഷ്യൻസിയും ഒക്കെ കൂടെയുള്ള 2 കമ്മിറ്റി മെമ്പർമാർ ചോദ്യം ചെയ്തപ്പോൾ അന്ന് രാജിവെച്ച ആളാണ് നിങ്ങൾ. അതും എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് വനവാസത്തിൽ പോയ താങ്കൾ ഇക്കഴിഞ്ഞ AGMനാണ് എമർജ് ചെയ്തത് എന്ന കാര്യവും എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും പലതവണ ചോദിച്ചിട്ട് നിങ്ങളുടെ പേരെന്താണെന്ന് കൂടെ പറയാൻ ഇച്ചിരി കഷ്ടമായിപ്പോയി.